നാട്ടിലെ അധികാര സ്ഥാപനത്തിൽ ഏതേത് പാർട്ടികൾ ഏതേത് പതാക ഉയർത്തിക്കൊണ്ടുവന്നാലും ഇന്നത്തെയും എന്നത്തെയും സുൽത്താനുൽ ഹിന്ദാര ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അൽ അജ്മീരി, ആ അജ്മീർ ഖാജാ തങ്ങളെ പിടിച്ച പതാകയാ പ്രിയമുള്ളവരെ നമ്മുടെ കയ്യിലുള്ളത്. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അജയ്യമായ പതാക എന്ന് പറയുന്നത്. ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അൽ അജ്മീരി റളിയല്ലാഹു അൻഹു ഏതെങ്കിലും ഒരു ആയുധം എടുത്തുകൊണ്ടാണോ അവിടുന്ന് അജ്മീറിലേക്ക് വന്നത്? ഖാജാ മുഈനുദ്ദീനിനെ പത്തർ സജബ് സദാ ഹയ്യാ അലസ് സ്വലാത്തി ഹയ്യാ അലൽ ഫലാഹ്, അനാസാഗറിന്റെ തീരത്ത് വന്ന് നിന്നുകൊണ്ട് 40 അംഗങ്ങളുടെ കൂടെ നിൽക്കുന്ന ഖാജാ തങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ പൃഥ്വിരാജന്റെ സൈന്യം വരുമ്പോ ഖാജാ തങ്ങൾ അവിടുന്ന് പരിചയമെടുത്തില്ല, അവിടുന്ന് തിരിച്ചൊരായുധ പ്രയോഗത്തിനൊരുങ്ങിയില്ല, കൂടെയുള്ളവരോട് പട്ടാള ചിട്ടയിൽ യുദ്ധത്തിനൊരുങ്ങാൻ പറഞ്ഞില്ല. മഹാനവറുകൾ അവിടെ നിൽക്കുകയാ. ആയുധം കൊണ്ടുവന്ന സൈന്യം ചോദിക്കുകയാണ്, അല്ല ഇവരെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇവരുടെ കയ്യിൽ ആയുധങ്ങളില്ലല്ലോ, ഇവരുടെ കയ്യിൽ ഏതെങ്കിലും പ്രതിരോധത്തിന്റെ രീതികളില്ലല്ലോ, അതുകൊണ്ട് ആയുധം താഴെ വെച്ചിട്ട് അവരോട് പോയെന്ന് ചോദിക്കാം, എന്തിനാണ് ഇവിടെ വന്നത് എന്ന്. അപ്പോഴാണ് അതാഉർ റസൂൽ മദീനയിൽ നിന്ന് വെളിച്ചമേറ്റെടുത്തുകൊണ്ട് വന്ന ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അൽ അജ്മീരി റളിയല്ലാഹു അൻഹു പറയുകയാ, ഞങ്ങൾ നിങ്ങളെ ആരെയും ആക്രമിക്കാമെന്നവരല്ല, ഇവിടെയുള്ള ഏതെങ്കിലും തമ്പ്രാക്കന്മാരുടെ അധികാരം പിടിച്ചു മാറ്റാൻ വേണ്ടി വന്നവരല്ല. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്നറിയുമോ? ഈ ആകാശത്തിന്റെ അധിപനായ, ഭൂമിയുടെ ഉടമസ്ഥനായ, അന്തരീക്ഷത്തിന്റെ നിയന്ത്രിതാവായ, ഋതുഭേദങ്ങളുടെ അധികാരിയായ, മനുഷ്യവംശത്തിന്റെ ഉടമസ്ഥനായ, ഇവിടെയുള്ള മുഴുവൻ സർവശക്തികളുടെയും തമ്പ്രാനായി നിങ്ങൾ പലതിനെയും കാണുമ്പോ എല്ലാത്തിന്റെയും പരമാധികാരിയായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തുണ്ടല്ലോ, ഈ ലോകത്തിന്റെ ഏകനായ പരമാധികാരി ഉണ്ടല്ലോ, അവനിൽ വിശ്വസിക്കുന്നവരാ ഞങ്ങള്, അതനുസരിച്ച് ആരാധിക്കാൻ വേണ്ടി വന്നതായി മണ്ണിലേക്ക്. ഞങ്ങൾക്കാരോടും പകയില്ല, ഞങ്ങൾക്കാരോടും ഇവിടെ ശത്രുതയില്ല, ഞങ്ങൾ ഇവിടെ മാനവികതയുടെ കാരുണ്യത്തിന്റെ സന്ദേശവുമായി വന്നവരാ. അനാസാഗറിന്റെ തീരത്ത് നിന്നുകൊണ്ട് ആർജവത്തോടെ ആദർശം പറഞ്ഞ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അൽ അജ്മീരി റളിയല്ലാഹു അൻഹു SSFന്റെ പ്രവർത്തകർക്ക് വലിയ ഒരു ദൗത്യം ഏറ്റെടുക്കാനുണ്ട്. ഖാജാ തങ്ങൾ ജീവിച്ചതുപോലെ ഇനിയും ഒന്ന് പോയി അജ്മീരിൽ ജീവിക്കാൻ പറ്റുമോ? ഇമാമുർ റബ്ബാനി ജീവിച്ച പോലെ പഞ്ചാബിൽ പോയി ഒന്ന് ജീവിക്കാൻ പറ്റുമോ? മമ്പുറം സയ്യിദ് അലവി തങ്ങൾ ജീവിച്ചതുപോലെ അങ്ങ് കശ്മീരിൽ പോയി ഒന്ന് ജീവിക്കാൻ പറ്റുമോ? മഹാന്മാരായ നമ്മുടെ ഔലിയാക്കൾ താജുൽ ഉലമാ തങ്ങൾ ജീവിച്ചതുപോലെ ഇന്ത്യയുടെ ബീഹാറിന്റെയും വെസ്റ്റ് ബംഗാളിന്റെയും ജാർഖണ്ഡിന്റെയും ഉത്തരാഖണ്ഡിന്റെയും പീഡനങ്ങളുടെ കഥകൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന വിപ്ലവ ഭൂമികളുടെ ഉള്ളിലേക്ക് നമ്മളൊരു ആയുധവും എടുക്കേണ്ടതില്ല, തെരുവിൽ ഒരു കവാത്തം നടത്തേണ്ടതില്ല, ഇസ്ലാം വിരോധിച്ച ഒരു സമരമാർഗവും എടുക്കേണ്ടതില്ല, പെൺപടയ അങ്ങാടിയിലേക്ക് കൊണ്ടുവരേണ്ടതില്ല, കക്ഷി രാഷ്ട്രീയത്തിന്റെ വടംവലികളിൽ ഇടം പിടിക്കേണ്ടതില്ല, ഇവിടെയുള്ള ഏതെങ്കിലും വിധ്വംസക ശക്തികളുടെ കൂടെ വരേണ്ടതില്ല, ഏതെങ്കിലും ഭരണ സംവിധാനങ്ങൾക്കെതിരെ തിരിയേണ്ടതില്ല. നമ്മുടെ മഹാന്മാരായ മുൻഗാമികൾ ജീവിച്ച പോലെ ജീവിക്കാൻ കഴിയുന്നവരുണ്ടോ എന്നാണ് ചോദിക്കുന്നത്.